എല്ലാവർക്കും ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. അപ്പം ഇപ്രാവശ്യത്തെ ഡെയിലി ന്യൂസിൽ നമ്മൾ നോക്കാൻ പോകുന്ന ആർട്ടിക്കിൾസ് ഏതൊക്കെയാണ്. ഒന്ന്, യൂണിഫോം സിവിൽ കോഡ് ഈസ് പാർട്ട് ഓഫ് യൂണിയൻ ഗവൺമെൻറ് അജണ്ട. ഓക്കെ, അതൊരു പൊളിറ്റീഷ്യൻ പറഞ്ഞാണ്, പക്ഷേ നമ്മൾ ഇതിനകത്ത് നോക്കുന്ന യൂണിഫോം സിവിൽ കോഡിനെ പറ്റിയാണ്. ഓക്കെ, അപ്പോൾ ഇത് GS2 പൊളിറ്റിയിലെ യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ചുള്ള ടോപ്പിക്കിൽ നിന്നാണ് എടുത്തേക്കുന്നത്. അപ്പം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അവരുടെ മാനിഫെസ്റ്റോസിൽ തന്നെ ഉള്ളൊരു കോഡ് കാര്യമാണ് ഈ യൂണിഫോം സിവിൽ കോഡ് അവർ നടപ്പാക്കും എന്നുള്ളത്. ഓക്കെ, അത് കറണ്ട് അഫയേഴ്സിലും വന്നിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് മെയിൻസിലും പ്രിലിംസിലും ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇന്ത്യാസ് ലൂമിങ് ഫൈനാൻഷ്യൽ ക്രൈസിസ്. അപ്പം ഇതൊരു ഫൈനാൻഷ്യൽ ക്രൈസിസിനെ പറ്റിയാണ്. അത് നമ്മളൊരു ഫൈനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്ന രീതിയിൽ ഗവൺമെൻറ് കുറേ സ്കീംസ് ഇറക്കുന്നുണ്ട്. അതിൽ കുറേ ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീമുകൾ കൊടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും കുറേ ക്രെഡിറ്റ് നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിലും അത് ആക്ച്വലി ഒരു ഫൈനാൻഷ്യൽ ക്രൈസിസിലോട്ട് പോകാം എന്നാണ് ഈ ഒരു എഡിറ്റോറിയൽ അതിൻ്റെ ഓത്തർ പറയുന്നത്. ഓക്കെ, അപ്പം അത് GS3 എക്കണോമിയിൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ന്യൂസാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് അറസ്റ്റ് ഏജൻസീസ് ആൻഡ് ക്രിമിനൽ കോർട്ട്. ഇത് ആക്ച്വലി ഡിഫറെൻറ്റ് ക്രിമിനൽ പ്രൊസീജിയേഴ്സും അതുപോലെ തന്നെ ഏജൻസീസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ പാറ്റേണും അതൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ന്യൂസാണ്. ഇത് ജുഡീഷ്യറി ആയിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസാണ്. അത് ആക്ച്വലി ഒരു ജുഡീഷ്യൽ ജഡ്ജ്മെൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഇത് വരുന്നത്, ഈ ഒരു എഡിറ്റോറിയൽ വരുന്നത്. നമ്മളത് നോക്കുമ്പോഴേക്കും കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടും. ഓക്കെ, ഇത് GS2 പൊളിറ്റി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ന്യൂസാണ്. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് യൂണിഫോം സിവിൽ കോഡ് ഈസ് പാർട്ട് ഓഫ് യൂണിയൻ ഗവൺമെൻറ് അജണ്ട. ഇതിനകത്ത് നമ്മൾ പൊളിറ്റിക്കൽ വ്യൂ പോയിന്റ് നമ്മൾ നോക്കുന്നില്ല. ഇതിനകത്ത് നമ്മൾ യൂണിഫോം സിവിൽ കോഡ് എന്താണ് എന്നാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് യൂണിഫോം സിവിൽ കോഡ്? അപ്പോൾ യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 44 മെൻഷൻഡ് ആയിട്ടുള്ള നമ്മുടെ DPSP, അതായത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് യൂണിഫോം സിവിൽ കോഡ്. ഓക്കെ, അപ്പം ഈ DPSP എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് ഇല്ലീഗലി എൻഫോഴ്സബിൾ അല്ല. അത് ഒരു സ്റ്റേറ്റിന് അവരുടെ പോളിസീസ് ഉണ്ടാക്കുമ്പോഴേക്കും അതിൽ DPSPസിനെ റിലേറ്റഡ് ആയിട്ട് ഇതിൻ്റെ ഡയറക്ഷനിൽ വേണം പോളിസീസ് ഫ്രെയിംവർക്ക് ചെയ്യാൻ എന്ന രീതിയിലാണ് DPSPs ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, ഇറ്റ് ഹാസ് ബീൻ സപ്പോർട്ടഡ് ബൈ സം ഒരു നാഷണൽ ഇൻറ്റഗ്രേഷൻ പോലെ അല്ലെങ്കിൽ ജെൻഡർ ജസ്റ്റിസ് ഒക്കെ കൊണ്ടുവരാനായിട്ട് യൂണിഫോം സിവിൽ കോഡ് നല്ലതാണെന്ന് ആൾക്കാർ പറയുന്നുണ്ട്. പക്ഷേ അറ്റ് ദ സെയിം ടൈം അത് റിലീജിയസ് ഫ്രീഡവും ഡൈവേഴ്സിറ്റീസിന് എതിരാണ് എന്നും ഒരു ഒപ്പോസിഷൻ ഇതിനകത്തുണ്ട്. ഓക്കെ, അപ്പോൾ യൂണിഫോം സിവിൽ കോഡ് ഇന്ത്യയിലുള്ളത് ഗോവയിലാണ്. ഒരു ഗോവ സിവിൽ കോഡ്, ഒരു കോമൺ ഫാമിലി ലോ അതിനകത്ത് വരുന്നുണ്ട്. പിന്നെ റെസ്റ്റ് ഓഫ് ഇന്ത്യ ഫോളോസ് ഡിഫറെൻറ്റ് പേഴ്സണൽ ലോസ് ആണ് ബേസ്ഡ് ഓൺ ദെയർ റിലീജിയസ് ആൻഡ് കമ്മ്യൂണിറ്റി ഐഡൻറ്റിറ്റി. ഓക്കെ, അതും നമ്മൾ നോക്കും. അതായത് പേഴ്സണൽ ലോസ് ഇൻ ഇന്ത്യ എന്തൊക്കെയാണ്. അപ്പം കറൻ്റ്ലി നോട്ട് ഓൺലി മുസ്ലിംസ് ബട്ട് ഓൾസോ ഹിന്ദുസിനും ജെയിൻസ്, ബുദ്ധിസ്റ്റ്, സിഖ്സ്, പാർസീസ് അവർക്കെല്ലാം ദെയർ ഓൺ പേഴ്സണൽ ലോസ് ഉണ്ട്. അപ്പം അത് റിലീജിയസ് ഐഡൻറ്റിറ്റി ബേസ് ചെയ്തിട്ടാണ് ഈ പേഴ്സണൽ ലോ വരുന്നത്. ഓക്കെ, അപ്പം ഹിന്ദു പേഴ്സണൽ ലോ എന്ന് പറയുന്ന സർട്ടൻ ട്രഡീഷണൽ പ്രാക്ടീസസ് വരും. പിന്നെ ഈ ഡിഫറൻസസ് മെയിൻലി വരുന്ന മാരേജസിനും പിന്നെ പ്രോപ്പർട്ടി റൈറ്റ് ട്രാൻസ്ഫറിനുമാണ് ഈ ഒരു ഡിഫറൻസ് വരുന്നത്. അപ്പം ഹിന്ദുസ് ആൻഡ് മുസ്ലിംസ് മാരി അണ്ടർ ദ സ്പെഷ്യൽ മാരേജ് ആക്ട് വെർ ഹിന്ദുസ് കണ്ടിന്യൂ ടു ബി ഗവർൺഡ് അണ്ടർ ഹിന്ദു പേഴ്സണൽ ബട്ട് മുസ്ലിംസ് ആർ നോട്ട്. അപ്പോൾ ആ ഒരു ഡിഫറൻസ് അതിനകത്തുണ്ട്. അപ്പോൾ ഈ യൂണിഫോം സിവിൽ കോഡിലെ റാഷണൽ എന്താണ്? അപ്പോൾ ഒന്നെന്ന് പറയുന്നത് ഇതൊരു നാഷണൽ ഇൻറ്റഗ്രേഷൻ, നമുക്കൊരു യൂണിറ്റി ഡെവലപ്പ് ചെയ്യാനായിട്ട് ഈ യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരും. അതായത് ഒരു കോമൺ സിറ്റിസൺ വിത്ത് കോമൺ ലോ, അതായത് ഈ റിലീജിയൻ ബേസ് ചെയ്തിട്ടുള്ള ഒരു ലോസിന് പകരം ഒരു കോമൺ നാഷണൽ ഐഡൻറ്റിറ്റി ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എ കോമൺ സിവിൽ കോഡ് ഫോർ ഓൾ സിറ്റിസൺസ് ഇറസ്പെക്റ്റീവ് ഓഫ് റിലീജിയൻ. അപ്പോൾ ഇതിൽ എന്തൊക്കെ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രിൻസിപ്പിൾസ് ആണ്? ഇതൊരു പൊളിറ്റിയുടെ ആൻസർ ആണ് അല്ലേ? അപ്പോൾ പൊളിറ്റിയുടെ ആൻസർ നമ്മൾ എഴുതുമ്പോഴേക്കും അതിനകത്ത് ഒന്നാമത്തെ കാര്യം നമ്മൾ ആർട്ടിക്കിൾ മെൻഷൻ ചെയ്യണം. ഇപ്പോൾ യൂണിഫോം സിവിൽ കോഡ് വന്നപ്പോഴേക്കും നമ്മൾ ആർട്ടിക്കിൾ 44 നമ്മൾ മെൻഷൻ ചെയ്തു. ഇത് DPSP ആണെന്ന് പറഞ്ഞു. പിന്നെ ഇതിനകത്ത് എന്തൊക്കെയാണ് നമ്മുടെ ബേസിക് സ്ട്രക്ചറിനകത്ത് വരുന്ന കാര്യങ്ങളാണ്. സെക്യുലറിസം അത് അതിനകത്ത് ആഡ് ചെയ്യണം, അതൊരു കീവേഡാണ്. പിന്നെ ഇക്വാളിറ്റി ആൻഡ് ജെൻഡർ ജസ്റ്റിസ് അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, വിച്ച് ആർ ഡിറ്റർമൈൻഡ് ബൈ ഡിസ്ക്രിമിനേറ്ററി പ്രൊവിഷൻസ് ഇൻ വേരിയസ് പേഴ്സണൽ ലോസ്. ഓക്കെ, അപ്പം ആ ഒരു രീതിയിൽ വേണം നമ്മൾ പൊളിറ്റിയുടെ ആൻസർ സ്ട്രക്ചർ ചെയ്യാൻ. അപ്പോൾ സിംപ്ലിഫൈസ് ദ കോംപ്ലെക്സ് ലീഗൽ ലാൻഡ്സ്കേപ്പ് ബൈ ഹാർമണൈസിങ് ഡൈവേർജൻറ്റ് സിവിൽ ലോസ് അക്രോസ് റിലീജിയസ് കമ്മ്യൂണിറ്റീസ് അണ്ടർ എ സിംഗിൾ യൂണിഫോം കോഡ്. അപ്പോൾ പ്രൊവൈഡ്സ് എൻ ഓപ്പർച്യൂണിറ്റി ടു കോഡിഫൈ, റിഫോം ആൻഡ് മോഡേണൈസ് ഔട്ട്ഡേറ്റഡ് പ്രാക്ടീസസ്. അതായത് നമുക്കറിയാം നമ്മൾ ഇത്രയും ഒരു ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു നേഷനാണ്, ബട്ട് സ്റ്റിൽ നമ്മൾ സെക്യുലർ ആണെന്ന് പറയുമ്പോഴും നമ്മുടെ റിലീജിയസ് ലോസ് ആണ് ഒരു പേഴ്സണൽ അല്ലെങ്കിൽ ഒരാളുടെ പേഴ്സണൽ ബിലീഫ്സിനെ അല്ലെങ്കിൽ പേഴ്സണൽ ലൈഫിനെ
മാറ്റർ ചെയ്ത് വരുന്നത്. അപ്പോൾ അത് മാറ്റിയിട്ട് ഒരു കോമൺ പ്രാക്ടീസസ് ആയിട്ടുള്ള ഒരു നാഷണൽ ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കോമൺ ആയിട്ടുള്ള സിവിൽ കോഡ് നമുക്ക് വേണ്ട ആവശ്യമുണ്ട്. അപ്പം എന്താണ് ഔട്ട്ഡേറ്റഡ് പ്രാക്ടീസസ് ലൈക്ക് പോളിഗാമി. ഓക്കെ, പോളിഗാമി പ്രാക്ടീസ് ചെയ്യുന്ന കമ്മ്യൂണിറ്റീസ് ഉണ്ട്, അത് ഒരു പേഴ്സണൽ ലോയുടെ അണ്ടറിൽ വരുന്നതാണ്. അതുപോലെ തന്നെ ട്രിപ്പിൾ തലാക്ക് അതും വരുന്നുണ്ട്, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി അത് വരുന്നു. ഇതെല്ലാം ഔട്ട്ഡേറ്റഡ് പ്രാക്ടീസ് ആണ്, ബട്ട് സ്റ്റിൽ വി ആർ പ്രാക്ടീസിങ് ഇറ്റ് അണ്ടർ ഓരോ റിലീജിയസ് പേഴ്സണൽ ലോസിൻ്റെ അണ്ടറിൽ നമ്മളിപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, വിച്ച് ആർ ഇൻകാപ്പറ്റബിൾ വിത്ത് ദ ഡെമോക്രാറ്റിക് വാല്യൂസ്. നമ്മളൊരു ഡെമോക്രാറ്റിക് കൺട്രിയാണ്, നമ്മളൊരു സെക്യുലർ കൺട്രിയാണ്. അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ട് നമ്മൾ സ്റ്റിൽ ഇതുപോലുള്ള ഔട്ട്ഡേറ്റഡ് പ്രാക്ടീസസ് ബേസ്ഡ് ഓൺ റിലീജിയസ് ബിലീഫ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതും നമ്മൾ മാറ്റേണ്ട ഒരാവശ്യമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിഷൻ എന്താണ് വരുന്നത്? ഓക്കെ, ഇത് ഇത്രയും കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് നല്ല കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിഷൻ ആൻഡ് ചാലഞ്ചസ് എന്താണ്? ഒന്നെന്ന് പറയുന്നത് റിലീജിയസ് ആൻഡ് കൾച്ചറൽ ഡൈവേഴ്സിറ്റി അക്രോസ് ഇന്ത്യ ലീഡ്സ് ടു വാസ്റ്റ്ലി ഡിഫറിംഗ് പേഴ്സണൽ ലോസ്. അതായത് നമുക്കറിയാം ഇന്ത്യ എന്ന് പറയുന്നത് ഭയങ്കര ഡൈവേഴ്സ് കൺട്രിയാണ്. വി ഹാവ് ഡിഫറെൻറ്റ് ലാംഗ്വേജസ്, ഡിഫറെൻറ്റ് റിലീജിയസ് സെക്റ്റുകളുണ്ട്. എന്നാലും ഇത്രയും ഡൈവേഴ്സിറ്റി ഉള്ളതുകൊണ്ട് തന്നെ എന്താണ് ഓരോ പേഴ്സണൽ ലോസും ഡിഫറെൻ്റ് ആണ്. കസ്റ്റംസ് അതുപോലെ തന്നെ സെക്ടേറിയൻ പ്രാക്ടീസസ് എല്ലാം ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇതിനെ എല്ലാം കൂടി ഒരു സിംഗിൾ ഐഡൻറ്റിറ്റിയിലോട്ട് കൊണ്ടുവരാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അപ്പം എന്താണ് വേരിയസ് റിലീജിയസ് ഗ്രൂപ്പ്സിൻ്റെ സ്റ്റിഫായിട്ടുള്ള എന്താണ് റെസിസ്റ്റൻസ് ഇതിനകത്തുണ്ട്. അതായത് റിലീജിയസ് ഫ്രീഡം, റൈറ്റ് ഓഫ് റിലീജിയസ് കൾച്ചറൽ ഐഡൻറ്റിറ്റി, അതായത് നമ്മുടെ ആർട്ടിക്കിൾ 25 to 28 ഈ ഗ്യാരണ്ടീസ് എല്ലാം ബ്രേക്ക് ചെയ്യുന്നതെന്നാണ് ഇവർ പറയുന്നത്. ലാക്ക് ഓഫ് പൊളിറ്റിക്കൽ വിൽ ആൻഡ് കോൺഷ്യസ് എമിഡ് ഫിയേഴ്സ് ഓഫ് യൂണിഫോം സിവിൽ കോഡ് കുഡ് ബി എ മജോറിറ്റേറിയൻ ഇംപോസിഷൻ ആൻഡ് സ്പാർക്ക് കമ്മ്യൂണിയൽ ടെൻഷൻ. അതായത് നമുക്കറിയാം ഈ യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരണമെങ്കിൽ ഒരു മജോറിറ്റേറിയൻ പാർട്ടിക്കേ പറ്റത്തുള്ളൂ. ഓക്കെ, പക്ഷേ ഇൻ എ സെൻസ് ഇറ്റ് ഈസ് എ ഗുഡ് ഇനിഷ്യേറ്റീവ്. പക്ഷേ ഇത് റിലീജിയസ് വ്യൂ പോയിന്റ് നോക്കുമ്പോഴേക്കും അത് എങ്ങനെ ഓരോ കമ്മ്യൂണിറ്റിയും എടുക്കുമെന്നുള്ളത് ഇപ്പോഴും ടെൻഷൻ പിടിച്ചൊരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും ഇതൊരു മജോറിറ്റേറിയൻ ഇമ്പോസിഷൻ ആകാം. അതായത് ഒരു മജോറിറ്റി ആയിട്ടുള്ള ആൾക്കാർ എന്താണ് ബാക്കിയുള്ള കമ്മ്യൂണിറ്റീസിലോട്ട് ഇത് അടിച്ചേൽപ്പിക്കുന്ന പോലെ ആകാം, അല്ലെങ്കിൽ ഇതെന്താണ് കമ്മ്യൂണൽ ടെൻഷൻസിലേക്ക് ലീഡ് ചെയ്യാം എന്നാണ് പറയുന്നത്. പിന്നെ ഈ ഒരു യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയുന്നത് അത് കോഡിഫൈ ചെയ്യാനായിട്ട് എല്ലാ കമ്മ്യൂണിറ്റീസിനെയും അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് അവരുടെ ഫ്രീഡംസ് ആൻഡ് റൈറ്റ്സ് നമ്മൾ നോക്കിക്കൊണ്ട് ഒരു യൂണിഫോം സിവിൽ കോഡ് ഉണ്ടാക്കുക എന്നുള്ളത് ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യമാണെന്നും കൂടി പറയുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ജുഡീഷ്യൽ ഇൻ്റർവെൻഷൻ. അപ്പോൾ നമുക്ക് ഒരു പൊളിറ്റിക്കൽ ആൻസർ എഴുതുമ്പോൾ നമ്മൾ പറഞ്ഞു അതിനകത്ത് ആർട്ടിക്കിൾ നമ്മൾ മെൻഷൻ ചെയ്തു, പിന്നെ അതിനകത്ത് വരുന്ന കീവേഡ്സ് നമ്മൾ പറഞ്ഞു, പിന്നെ ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഈ UCC അതായത് യൂണിഫോം സിവിൽ കോഡ് വരുമ്പോഴേക്കും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന ജുഡീഷ്യൽ കേസസ് ആണ്. ഓക്കെ, ഒന്നെന്ന് പറയുന്നത് ഷാബാനു കേസാണ്. അത് എന്താണ് പേഴ്സണൽ ലോസ് റിലേറ്റഡ് ആയിട്ടുള്ള കോൺട്രഡിക്ഷൻസിനെ റിമൂവ് ചെയ്യണം എന്നുള്ളതാണ് ആ ഷാബാനു കേസസ് വരുന്നത്. പിന്നെ സർല മുണ്ടൽ കേസുണ്ട്, prevent practices like fraudulent conversions to bypass restrictions on personal laws. അപ്പം നമ്മുടെ ഈ ആർട്ടിക്കിൾ 25 to 28 പ്രകാരമാണ് കൺവേർഷൻ ഒക്കെ നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ എന്താണ് ഫോഴ്സ്ഫുൾ കൺവേർഷൻ നമ്മൾ ഒരിക്കലും അംഗീകരിക്കുന്ന കാര്യമല്ല. അപ്പം അത് UCC ഒക്കെ റിലേറ്റഡ് ആയിട്ട് നമുക്ക് എഴുതാനായിട്ട് പറ്റും. അതിനെ മെൻഷൻ ചെയ്യാൻ പറ്റുന്ന, അതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ജഡ്ജ്മെൻ്റ് ആണ് സർല മുണ്ടൽ കേസ്. ഓക്കെ, പിന്നെ സയാറ ബാനു കേസ് എന്ന് പറയുന്നത് ട്രിപ്പിൾ തലാഖിന് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ട് വിധിച്ച കേസാണ്. 2017 കേസാണ്, ഈയിടയ്ക്ക് നടന്ന ഒരു കേസാണ്. അപ്പോൾ റെക്കമെൻഡഡ് ലെജിസ്ലേറ്റിംഗ് എന്താണ് മുസ്ലിം മാരേജ് ആൻഡ് ഡിവോഴ്സ്. അപ്പം അത് നമുക്ക് ഈ ട്രിപ്പിൾ തലാഖ് ബേസ് ചെയ്തിട്ട് ഉള്ള നമുക്കിപ്പം എക്സാമ്പിൾ എഴുതുമ്പോഴേക്കും ട്രിപ്പിൾ തലാഖ് ഒരു സോഷ്യൽ ഈവിൾ ആണെന്ന് നമുക്ക് എഴുതാം, അല്ലെങ്കിൽ അങ്ങനെ കൊടുക്കാം. കാരണം കോടതി വിധിച്ചതാണ്, അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണ്. എന്നിട്ട് അതിനെ സബ്സ്റ്റാൻഷ്യേറ്റ് ചെയ്യാനായിട്ട് ഉള്ള കേസായിട്ട് ഷയാറ ബാനു കേസ് അതിനകത്ത് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഷാബാനു കേസുണ്ട്, സർല മുണ്ടൽ കേസുണ്ട്, പിന്നെ ഷയാറ ബാനു കേസുണ്ട്. ഇതൊക്കെ ഈ ഒരു രീതിയിൽ യൂണിഫോം സിവിൽ കോഡ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസിന് നിങ്ങൾക്ക് സബ്സ്റ്റാൻഷ്യേറ്റ് ചെയ്യാനായിട്ടുള്ള കേസസ് ഉണ്ട്. ഓക്കെ, പിന്നെ ഇതിനകത്തൊരു ബാലൻസ്ഡ് അപ്രോച്ച് വേണം. ഓക്കെ, അപ്പം UCC ഷുഡ് aim to preserve India's rich legal pluralism and cultural diversity within overarching framework of constitution. അതായത് എന്താണ് ഇതിനകത്ത് നമ്മുടെ കൺട്രിയുടെ പ്ലൂറലിസം ആൻഡ് കൾച്ചറൽ ഡൈവേഴ്സിറ്റി അക്കൗണ്ടബിൾ ആയിരിക്കണം, ബട്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്കിൻ്റെ അണ്ടറിലായിരിക്കണം ഇത് റെപ്രസെൻറ്റ് ചെയ്യേണ്ടത്. പിന്നെ എക്സ്റ്റെൻസീവ് കൺസൾട്ടേഷൻ ആൻഡ് പാർട്ടിസിപ്പേഷൻ ഓഫ് ഓൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. നമുക്കറിയാം ഇതിന് ഏറ്റവും കൂടുതൽ ഓപ്പോസിഷൻ നിൽക്കുന്നത് റിലീജിയസ് ആൻഡ് കൾച്ചറൽ ലീഡേഴ്സ് ആണ്. അപ്പം അവരുടെ പാർട്ടിസിപ്പേഷൻ ഇതിനകത്ത് വേണം. പിന്നെ വുമൻസ് ഗ്രൂപ്പ് ഇതിനകത്ത് വേണം, ലീഗൽ എക്സ്പേർട്സ് വേണം. ഒരു ഇൻക്ലൂസീവ് ആയിട്ടുള്ള കോഡിഫിക്കേഷൻ പ്രാക്ടീസ് ആയിരിക്കണം ഇതിനകത്ത് ഉണ്ടാകേണ്ടത്. ഫോക്കസ് ഷുഡ് ബി ഓൺ എലിമിനേറ്റിംഗ് ഡിസ്ക്രിമിനേറ്ററി പാട്രിയാർക്കൽ പ്രാക്ടീസസ്. ഓക്കെ, നമുക്ക് ഞാൻ കുറേ തവണ റിയേറ്ററേറ്റ് ചെയ്തൊരു കാര്യമാണ് വുമൺ എംപവർമെൻറ്റ്. അപ്പം ഈ
UCC എന്ന് പറയുന്നത് വുമൺ എംപവർമെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രാക്ടീസ് ആയിട്ട് നമുക്കവിടെ പറയാം. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ട്രഡീഷണൽ പാട്രിയാർക്കൽ പ്രാക്ടീസസ് തടയാനായിട്ട്, അതായത് മിക്ക റിലീജിയസ് കമ്മ്യൂണിറ്റീസിൻ്റെ പ്രാക്ടീസ് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം അതിനകത്തൊരു പാട്രിയാർക്കൽ വ്യൂ പോയിന്റ് ഉണ്ട്. അപ്പോൾ അത് മാറ്റിയിട്ട് ഒരു കോമൺ സിറ്റിസണിന് വേണ്ടിയിട്ടുള്ള ഒരു യൂണിഫോം സിവിൽ കോഡ് ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. റിഫോംസ് വിത്തിൻ പേഴ്സണൽ ലോസ് ലൈക്ക് മുസ്ലിം ക്ലർജി റീവിസിറ്റിംഗ് ഡിസ്ക്രിമിനേറ്റീവ് ആസ്പെക്ട് ക്യാൻ പേ വേ ഫോർ അക്കമഡേറ്റിംഗ് കോമൺ കോഡ്. പിന്നെ ഹാർമോണിയസ് ബാലൻസ് മസ്റ്റ് ബി സ്ട്രക്ക് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽസ് റൈറ്റും പിന്നെ ഒരു റിലീജിയനുമായിട്ടുള്ള ആ ഒരു ഇൻഡിവിജ്വലിൻ്റെ റിലേഷൻഷിപ്പിനെ ഹാർമോണിയസ് ആക്കാനായിട്ട് ഇതിന് പറ്റും. പിന്നെ അച്ചീവിങ് ജെൻഡർ ജസ്റ്റിസ് ആൻഡ് സബ്സ്റ്റാൻഷ്യേറ്റീവ് ഇക്വാളിറ്റി. പിന്നെ നമ്മൾ ഇതിൻ്റെ ഈ യൂണിഫോം സിവിൽ കോഡ് റിലേറ്റഡ് ആയിട്ട് വരുമ്പോൾ ഓപ്പോസിഷൻ കൂടുതൽ എഴുതുന്നത് റിലീജിയസ് പ്രാക്ടീസിനെ കുറിച്ചായിരിക്കും. അപ്പോൾ നിങ്ങൾ ആൻസർ എഴുതുമ്പോൾ റിലീജിയസ് പ്രാക്ടീസ് മാത്രമാക്കാതെ പാട്രിയാർക്കൽ പ്രാക്ടീസ്, അതായത് വുമൺസ് ഗ്രൂപ്പിൻ്റെ റൈറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും, ജെൻഡർ ജസ്റ്റിസ് കൊണ്ടുവരാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ആസ്പെക്റ്റുകളും കൂടി ഇതിനകത്ത് ആഡ് ചെയ്യുക. ആ കീവേഡ്സും കൂടി നിങ്ങൾ എഴുതുന്ന ആൻസറിനകത്ത് ആഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അങ്ങനെയാണ് അതിനകത്തൊരു ബാലൻസ്ഡ് അപ്രോച്ച് കൊടുക്കാൻ പറ്റുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇന്ത്യസ് ലൂമിങ് ഫൈനാൻഷ്യൽ ക്രൈസിസ് ആണ്. ഇത് ആക്ച്വലി ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു ക്രെഡിറ്റ് ഗ്രോത്ത് ഉണ്ട്. അതായത് ഗവൺമെൻറ് ആണെങ്കിലും നമ്മുടെ നാഷണൽ ബാങ്ക്സ് ആണെങ്കിലും കുറേ സ്കീമുകൾ, ഇപ്പം PM കിസാൻ, അതുപോലെ തന്നെ ജൻധൻ, അങ്ങനെയുള്ള സ്കീമുകൾ നമ്മൾ ഇറക്കുന്നുണ്ട്. അപ്പോൾ പൈസ ആൾക്കാരിലോട്ട് എത്തിക്കാനായിട്ടുള്ള ഒരു സ്കീമാണ് ഇതെല്ലാം ഇറക്കുന്നത്. ആക്ച്വലി എന്താണ്, ഒരു ഫൈനാൻഷ്യൽ ഇൻക്ലൂഷൻ എയിം ചെയ്തിട്ടും എക്കണോമിക് പ്രോഗ്രസും എയിം ചെയ്തിട്ടാണ് ഗവൺമെൻറ് ഇതെല്ലാം ഇറക്കുന്നത്. പക്ഷേ ഇത്രയും ക്രെഡിറ്റ് എന്താണ് ആൾക്കാരിലോട്ട് എത്തുന്നുണ്ട്, ഇത്രയും പൈസ കൊടുക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ വരുമ്പോൾ ഈ പൈസ തിരിച്ച് കിട്ടുമോ, ഇതിനുള്ള റിട്ടേൺസ് നമുക്ക് കിട്ടുമോ? അപ്പം ഇങ്ങനെയുള്ള നാരേറ്റീവ് ആരും ഡിസ്കസ് ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ എന്ന് വെച്ചാൽ പൈസ ഇങ്ങനെ പോവുകയാണ്, പക്ഷേ ഇതിനൊരു സസ്റ്റൈനബിലിറ്റി ഇല്ല. ഒരു അൺസസ്റ്റൈൻഡ് ആയിട്ടുള്ള ക്രെഡിറ്റ് എക്സ്പാൻഷൻ ആണെന്നാണ് ഈ ഒരു എഡിറ്റോറിയൽ പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്തൊക്കെ ക്രൈസിസ് വരും, അങ്ങനൊരു ഇൻ ഫ്യൂച്ചർ ഇന്ത്യക്ക് ഇങ്ങനെ ഒരു ഫൈനാൻഷ്യൽ ക്രൈസിസ് വരുമോ എന്നുള്ളൊരു അനാലിസിസ് ആണ് ഈ ഒരു എഡിറ്റോറിയൽ നടത്തുന്നത്. ഓക്കെ, അപ്പോൾ ഇററാഷണൽ എക്സ്ക്യൂബറൻസ്, അപ്പം റാപ്പിഡ് ക്രെഡിറ്റ് ഗ്രോത്ത് ആണ്. അപ്പം നമുക്കറിയാം കുറേ ആൾക്കാരിലോട്ട്, മിക്ക ഫാമിലീസിലോട്ട് നമ്മൾ ഇന്നലെ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തു PM കിസാൻ പൈസ കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അങ്ങനെയുള്ള രീതിയിൽ ആൾക്കാരിലോട്ട് പൈസ എത്തുന്നുണ്ട്, നമ്മുടെ എക്കണോമിയിൽ മണി ഫ്ലോ കൂടുന്നുണ്ട്. അപ്പോൾ ആൾക്കാരിലോട്ടൊരു പ്രോസ്പെറിറ്റിയുടെ അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റിലോ എന്ന രീതിയിലുള്ള ഒരു ഇത് വരും. ഓക്കെ, പക്ഷേ അത് അറ്റ് ദ സെയിം ടൈം ഒരു ക്രൈസിസിലോട്ടും പോകാനായിട്ട് ചാൻസ് ഉണ്ട്. ഇന്ത്യസ് പോളിസി മേക്കേഴ്സ് സീം ഡിമിസീവ് ഇൻവോക്കിംഗ് ദിസ് ടൈം ഈസ് ഡിഫറെൻറ്റ്. ഓക്കെ, അതായത് നമ്മൾ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും അതിനകത്തൊരു പ്രശ്നം ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഹൗസ് ഹോൾഡ് ഡെപ്റ്റ് സർജ് ആണ്. അതായത് ഹൗസ് ഹോൾഡ് ലെൻഡിങ് ഗ്രോയിങ് അറ്റ് 25-30% ആനുവലി വിത്ത് മെനി ലോവർ ആൻഡ് മിഡിൽ ഇൻകം ഫാമിലീസ് ബോറോയിങ് ഫോർ കൺസംഷൻ. അതായത് ഇവരെടുക്കുന്ന പൈസ, ഇപ്പം നമ്മളിപ്പം ഒരു പൈസ ലോൺ അല്ലെങ്കിൽ ക്രെഡിറ്റിന് എടുക്കുകയാണെങ്കിൽ നമ്മൾ ആ പൈസ എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്, നമ്മൾ അസറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട്. അതായത് നമ്മൾ ബിസിനസ്സുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് എഡ്യൂക്കേഷന്, അതായത് എങ്ങനെയും ഒരു റിട്ടേൺ കിട്ടുക, എന്നിട്ട് ഇത് ഈ ലോൺ തിരിച്ചടയ്ക്കുക എന്ന രീതിയിലായിരിക്കും നമ്മൾ പൈസ ക്രെഡിറ്റിന് വാങ്ങിക്കുന്നത് അല്ലെങ്കിൽ ലോണിന് എടുക്കുന്നത്. പക്ഷേ ഇന്ത്യയിൽ കൂടുതൽ ആൾക്കാരും ഈ പൈസ എടുക്കുന്നതെന്ന് വെച്ചാൽ അവരുടെ ദൈനംദിന ആവശ്യങ്ങൾക്ക്, അവരുടെ ഡേ ടു ഡേ യൂസിന് വേണ്ടിയിട്ടാണ് ഇവർ കൂടുതൽ ഈ പൈസ എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പൈസ തിരിച്ചു കിട്ടാനായിട്ടുള്ള സാഹചര്യം വളരെ കുറവാണ്. അപ്പം ഈ ബാഡ് ക്രെഡിറ്റ് ബൂം ദാറ്റ് ഡസൻറ്റ് എംബ്രേസ് പ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ബട്ട് ഇൻസ്റ്റെഡ് ബിഡ്സ് അപ്പ് ഡൊമസ്റ്റിക് പ്രൈസസ് ഹേർട്ടിങ് കോമ്പറ്റീവ്നെസ്. അപ്പം പൈസയുടെ ഇത് കൂടുവാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്ക് എന്ത് പറ്റും, പ്രൈസസ് കൂടാനായിട്ട് ചാൻസസ് ഉണ്ട്, ഇൻഫ്ലേഷൻ വരാനായിട്ട് ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള ഇൻഡിക്കേറ്റേഴ്സ് ഇതിനകത്ത് ഉണ്ട്. ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ലൂമിങ് ക്രൈസിസ് എന്ന് പറയുന്നത് ഒന്നെന്ന് പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റ് റൈസിങ് ഡിസ്കണക്റ്റഡ് വിത്ത് വീക്ക് കോർപ്പറേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് കൺസ്യൂമർ സ്പെൻഡിങ്. അപ്പം മാർക്കറ്റിൽ നമുക്കറിയാം, ഇപ്പം മാർക്കറ്റൊക്കെ അനാലിസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമുക്കറിയാം നമ്മുടെ ഇൻഡെക്സസ് എല്ലാം നല്ല രീതിയിൽ ബൂമിങ് ആണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം എന്താണ്, ഇൻ റിയാലിറ്റി ഗ്രൗണ്ടിൽ അത്രയും ഉള്ള റിട്ടേൺസോ അങ്ങനത്തെ കാര്യങ്ങളോ ആ ഒരു കോർപ്പറേറ്റ് സ്ട്രക്ചറിൽ ഉണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ അതില്ല എന്നുള്ളതാണ്. പിന്നെ ഓവർ വാല്യൂഡ് ആണ് എക്സ്ചേഞ്ച് റേറ്റ്. പിന്നെ ഹൗസ് ഹോൾഡ് ഡെപ്റ്റ് സർവീസ് റേഷ്യോ എമംഗ് ഹയസ്റ്റ് ഗ്ലോബലി എന്താണ് ഏറ്റവും കൂടുതൽ നമുക്കാണുള്ളത്. പിന്നെ അൺസസ്റ്റൈനബിൾ ട്രജക്ടറി, അതായത് ഹൗസ് ഹോൾഡ് കൺസംഷൻ ഗ്രോത്ത് റിമെയിൻസ് സ്ലഗിഷ്. ഓക്കെ, ഡിസ്പൈറ്റ് ക്രെഡിറ്റ് സർജ്. അപ്പോൾ പൈസ വരുന്നുണ്ട്, പക്ഷേ എന്താണ് ആൾക്കാർ ഈ പൈസ സ്പെൻഡ് ചെയ്യുന്നത്, പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ സ്പെൻഡ് ചെയ്യുന്നതിൽ കാര്യമായിട്ട് മാറ്റങ്ങളൊന്നും വരുത്തില്ല. ഇവൻച്വലി റീപേയിങ് ഓൾ ലോൺസ് വിത്ത് ന്യൂ വൺസ് വിൽ ബിക്കം ഇമ്പോസിബിൾ, പൊട്ടൻഷ്യലി ട്രിഗറിങ് എ ക്രൈസിസ്. അതായത് ലോണിന്മേൽ ലോൺ എന്ന രീതിയിലോട്ട് പോകാനായിട്ട് ചാൻസ് ഉണ്ട്. ഡിഫോൾട്ട്സ് കുഡ് സെറ്റ് ഓഫ് എ ഡോമിനോ എഫക്ട് അക്രോസ് ഇന്റർ കണക്റ്റഡ് ബാങ്ക്സ്, NBFCs ആൻഡ് ഫിൻടെക്സ്.
ഓക്കെ, അപ്പോൾ നമുക്കറിയാം കാർഷിക ലോണൊക്കെ എടുക്കുന്ന ആൾക്കാരുണ്ട് അല്ലേ. അപ്പോൾ കാർഷിക ലോൺ എടുക്കുന്ന ആൾക്കാരെന്ന് പറയുമ്പോഴേക്ക് നമുക്ക് ഇതിനൊരു എക്സാമ്പിളാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട്. ഇപ്പോൾ കാർഷിക ലോൺ എടുക്കുമ്പോഴേക്ക് നമുക്കൊരു കരമടച്ച റെസിപ്റ്റ് മാത്രം കൊടുത്താൽ മതി, ഏതിനും കരമടച്ച റെസിപ്റ്റ്. ഓക്കെ, പോയിന്റ് ബി നോട്ടഡ്. അപ്പം റെസിപ്റ്റ് മാത്രം കൊടുത്താൽ മതി. അപ്പോൾ ആൾക്കാർ എന്ത് ചെയ്തു, ഇപ്പം നമ്മുടെ ഇപ്പോൾ ഒരു ബാങ്കിൽ പോയി ഒരു കരമടച്ച റെസിപ്റ്റ് അവർ കൊടുക്കും, അതിനുശേഷം എന്താണ് എന്നിട്ട് അവർ ലോൺ അവിടെ നിന്ന് എടുക്കും, അതിനുശേഷം വേറൊരു ബാങ്കിൽ പോയി വേറൊരു കരമടച്ച റെസിപ്റ്റ് കൊടുത്തിട്ട് പിന്നെ ലോൺ അവരെടുക്കും. അപ്പോൾ അങ്ങനെ എന്താ ഒരു കാസ്കേഡിങ് എഫക്റ്റ് പോലെ ഇത് കറൻ്റ്ലി ഇപ്പോൾ നമ്മുടെ സൊസൈറ്റി നടക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതുപോലെയാണ് ഈ ക്രെഡിറ്റ് നമ്മൾ വാങ്ങിക്കുന്ന രീതിയിൽ പോകുന്നത്. അപ്പം ഇതിനുള്ള അസറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, പക്ഷേ ക്രെഡിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ആൾക്കാരിലോട്ട് എത്തുന്നുണ്ട്. ഓക്കെ, പിന്നെ പോളിസി എനേബിൾസ് എന്ന് പറയുമ്പോഴേക്കും ഫൈനാൻഷ്യൽ സെക്ടർ ലിബറലൈസേഷൻ വിത്തൗട്ട് അഡിക്കേറ്റ് റെഗുലേഷൻ ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്. ഒന്നെന്ന് പറയുന്നത് എന്താണ്, നമുക്ക് ലിബറൽ എക്കണോമി ആയിട്ട് വരുന്നുണ്ട്, പക്ഷേ ഒരു പ്രോപ്പർ റെഗുലേഷനോ ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റിയോ ഇല്ല. പ്രയോറിറ്റൈസിങ് ഫൈനാൻഷ്യൽ സർവീസസ് ടു ബൂസ്റ്റ് ഹെഡ്ലൈൻ GDP ഗ്രോത്ത് എമിഡ് ലാക്ക് ഓഫ് മാനുഫാക്ചറിങ് ജോബ്സ്. അപ്പോൾ നമ്മൾ ഒരു കാര്യം ഹൈലൈറ്റ് ചെയ്യേണ്ടത്, നമുക്ക് മാനുഫാക്ചറിങ് സെക്ടറിൽ നമുക്ക് പ്രോപ്പറായിട്ട് ഗ്രോത്ത് ഇല്ല, പക്ഷേ നമ്മൾ ഫൈനാൻഷ്യൽ സർവീസസിനെ പ്രയോറിറ്റൈസ് ചെയ്താണ് നമ്മൾ ഈ GDP ഗ്രോത്ത് പ്രൊജക്റ്റ് ചെയ്യുന്നത്. കമ്മിറ്റ്മെന്റ് ടു സ്ട്രോങ് റുപ്പി, അതായത് നമുക്കറിയാം എന്താണ്, എക്സ്പോർട്ട് നന്നായിട്ട് നടക്കണമെങ്കിൽ ഇപ്പം ഡോളറിലാണല്ലോ നമ്മൾ എക്സ്പോർട്ട് നടക്കുന്നത്. അപ്പം സപ്പോസ് ഞാനിപ്പോൾ എൻ്റെ ഒരു പ്രോഡക്റ്റ് $10. ഓക്കെ, $10 എൻ്റെ ഒരു പ്രോഡക്റ്റ്, ഞാനത് എക്സ്പോർട്ട് ചെയ്യുമ്പോഴേക്കും ഇപ്പോൾ ഈ ഒരു ഡോളറിന് ഇപ്പോൾ എത്രയാണ്, 80 രൂപയാണ്. ഓക്കെ, അപ്പോൾ 80 രൂപയാണ്. ഇപ്പം ഞാനിത് എക്സ്പോർട്ട് ചെയ്യുമ്പോഴേക്കും നമുക്ക് നാട്ടിൽ നമുക്കത് കിട്ടുന്നത് 800 റുപ്പീസാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ബട്ട് അറ്റ് ദ സെയിം ടൈം ഇപ്പോൾ നമ്മൾ റുപ്പി സ്ട്രോങ് ആക്കണം എന്ന് വിചാരിച്ച് നമ്മുടെ മൂല്യം കൂട്ടി വരുവാണ്. അപ്പോൾ $1 ചിലപ്പം 50 രൂപയായെന്ന് വെച്ചോ. അപ്പോൾ നമുക്കിവിടെ 800 രൂപ കിട്ടുന്ന സ്ഥാനത്ത് നമുക്ക് എക്സ്പോർട്ട് ചെയ്യുമ്പോഴേക്ക് എന്താണ് 500 രൂപയുടെ വാല്യൂ വരുന്നുള്ളൂ. അപ്പോൾ അത്രയും ഡിഫറൻസ് വരും. അപ്പോൾ എക്സ്പോർട്ട് കോമ്പറ്റീറ്റീവ്നെസ് അവിടെ കുറയും. നിങ്ങൾക്ക് അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മൾ പറയുമ്പോൾ നമ്മൾ എന്താണ് $1 ഈക്വൽ ആക്കണമെന്നൊക്കെ പറയും, പക്ഷേ അതങ്ങനെയല്ല വർക്ക് ചെയ്യുന്നത്. നമുക്ക് കൂടുതൽ റിട്ടേൺ കിട്ടണമെങ്കിൽ, അത് എക്സ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് റിട്ടേൺസ് കിട്ടണമെങ്കിൽ എന്താണ് ഇതിന് വാല്യൂ കുറച്ചൊക്കെ ഒരു മീഡിയം റേഞ്ചിൽ നിൽക്കണം. ഓക്കെ, നമുക്ക് ഒത്തിരി കുറയാനും പറ്റില്ല, ഒരു ബാലൻസ്ഡ് ആയിട്ട് പോകേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, ഇതിന്റെ വേ ഫോർവേഡ് എന്ന് പറയുന്നത് ഡൗൺ സോയ്സ് ബ്ലോട്ടഡ് ഫൈനാൻസ് സെക്ടർ ടു മാച്ച് ലെൻഡിങ് കപ്പാസിറ്റി ആൻഡ് പ്രൊഡക്റ്റീവ് ബോറോയിങ് നീഡ്സ്. അതായത് നമ്മുടെ പ്രോപ്പർ പ്രൊഡക്ഷൻ ബേസ് ചെയ്തിട്ടുള്ള ലെൻഡിങ് കപ്പാസിറ്റിയിലോട്ട് ഡെവലപ്പ് ചെയ്യണം. അലോ റുപ്പി ഡിപ്രിസിയേഷൻ ടു ബൂസ്റ്റ് എക്സ്പോർട്സ്, ക്വസ്റ്റ്യൻ എക്കണോമിക് ഡൗൺ ടേൺ. അതായത് ഞാൻ പറഞ്ഞു ഒരു മീഡിയൻ വേയിൽ നമുക്ക് റുപ്പി ഡിപ്രിസിയേഷൻ അലോ ചെയ്യണം, എന്നാലേ എക്സ്പോർട്സ് ഉണ്ടാകത്തുള്ളൂ. കാരണം എക്സ്പോർട്ട് ചെയ്യുമ്പോഴേക്കും ഇത്ര രൂപയുടെ വാല്യൂ ആണ് നമുക്ക് ആഡഡ് ആയിട്ട് വരുന്നത്. അപ്പം ആ രീതിയിൽ റിട്ടേൺസ് വരുമ്പോൾ ആൾക്കാരെ എക്സ്പോർട്ട് കോമ്പറ്റീറ്റീവ്നെസ് കൂടും. പിന്നെ സ്വിഫ്റ്റ് അവേ ഫ്രം ക്രെഡിറ്റ് റിലയൻറ്റ് മോഡൽസ് ടുവേർഡ്സ് കാറ്റലൈസിങ് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ജോബ് ക്രിയേഷനിൽ. അതായത് ക്രെഡിറ്റ് മാത്രം നോക്കാതെ എന്താണ് ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കുക, മാനുഫാക്ചറിങ് സെക്ടറിൽ നമ്മൾ ഡെവലപ്മെന്റ് കൊണ്ടുവരിക എന്നാണ് ആർട്ടിക്കിളിൽ പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് പൊളിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ന്യൂസ് തന്നെയാണ്, അറസ്റ്റ് ഏജൻസീസ് ആൻഡ് ക്രിമിനൽ കോർട്സ്. അപ്പോൾ ഇതിന്റെ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്, സുപ്രീം കോർട്ട് റീസെന്റ് ഡെലിവേർഡ് 2 significant judgments impacting the liberty of accused persons in criminal cases. ഓക്കെ, അപ്പോൾ these pertain to the necessity of custody before filling charge sheets and informing the grounds of arrest in writing, a fundamental right under Article 22 of the കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പം ഒരാളെ അറസ്റ്റ് ചെയ്തു, അപ്പം എന്താണ് ഈ ജഡ്ജ്മെന്റ്സ് എന്ന് പറയുന്നത് ഇമ്പാക്ടിങ് ദ ലിബർട്ടി ഓഫ് അക്യൂസ്ഡ് പേഴ്സൺസ് ഇൻ ക്രിമിനൽ കേസസ് ആണ്. ഓക്കെ, ഒരു ക്രിമിനൽ കേസിന് അക്യൂസ് ചെയ്ത ആൾക്കാരെ കുറിച്ച് അയാളെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ജഡ്ജ്മെന്റ് ആണ്. ഓക്കെ, അപ്പം കീ ഡയറക്റ്റീവ്സ് ഓഫ് ദ സുപ്രീം കോർട്ട് എന്തൊക്കെയാണ്? ഓക്കെ, ഓൺ കസ്റ്റഡി ബിഫോർ ചാർജ് ഷീറ്റ് ഫയലിംഗ് ഒന്ന് പറയുന്നത്, ഇറ്റ്സ് ജഡ്ജ്മെന്റ് ഓൺ ദ സിദ്ധാർത്ഥ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് UP കേസ്. The court said that the investigating officer does not necessarily have to arrest and keep the accused in custody before filling the charge sheet. അതായത് എന്താണ്, ഒരാളെ അറസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഈ ചാർജ് ഷീറ്റ് ഫില്ല് ചെയ്യുന്നതിന് മുമ്പ് എന്നാണ് ഈ സിദ്ധാർത്ഥ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് UP കേസിൽ പറയുന്നത്. പിന്നെ ഇഫ് ദ അക്യൂസ് ഇസ് കോപ്പറേറ്റിംഗ് ഇൻ ദ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ക്യാൻ ബി സമൺഡ് ഓൺ ദ കോർട്ട് ലേറ്റർ, ദർ ഇസ് നോ നീഡ് ടു അറസ്റ്റ് ദം ജസ്റ്റ് ഫോർ ഫില്ലിംഗ് ദ ചാർജ് ഷീറ്റ്. അപ്പോൾ ചാർജ് ഷീറ്റ് ഫില്ല് ചെയ്യാനായിട്ട്, ഇതൊരു അക്യൂസ്ഡ് ആയിട്ടുള്ള ഒരാളാണ്, അയാളെ നമുക്ക് ഒരിക്കലും എന്താണ് ചാർജ് ഷീറ്റ് ഫില്ല് ചെയ്യാനായിട്ട് അറസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് സുപ്രീം കോർട്ട് പറയുന്നത്. Court also said that lower courts cannot refuse to accept a charge sheet just because the accused have not been produced before them. അതായത് ആ അക്യൂസ് കോർട്ടിൽ വന്നില്ല എന്നുള്ള രീതിയിൽ അതുകൊണ്ട് മാത്രം എന്താണ് ചാർജ് ഷീറ്റ് അക്സെപ്റ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളത്
പറ്റത്തില്ല എന്നാണ് കോർട്ട് പറയുന്നത്. ദിസ് ഡയറക്റ്റീവ് എയിംസ് ടു പ്രൊവൈഡ് സം റിലീഫ് ഓൺ ദ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസീസ്. അപ്പം ഈ ഏജൻസീസിന് മിക്ക കേസിലും എന്താണ്, ഒരാളെ അറസ്റ്റ് ചെയ്തതിന് ശേഷമാണ് അവർ ചാർജ് ഷീറ്റ് ഫയൽ ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ അറസ്റ്റ് കിട്ടാതെ തന്നെ ചിലപ്പോൾ ചാർജ് ഷീറ്റ് ഫയൽ ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും ഏജൻസീസിൻ്റെ ഭാഗത്തുനിന്ന് ഈ ഒരു ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനായിട്ടുള്ള അതിൽ ഹേർഡിൽസ് വരുവാണ്. അത് ബേസ് ചെയ്തിട്ടാണ് ഇവർ വരുന്നത്. ഓക്കെ, പിന്നെ ഓൺ ഇൻഫോമിംഗ് ഗ്രൗണ്ട്സ് ഓഫ് അറസ്റ്റ് ഇൻ റൈറ്റിംഗ്. അപ്പോൾ ഇൻ പങ്കജ് ബൻസാൽ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ്, ഇത് 2023 അപ്പോൾ അതിൽ കോർട്ട് റൂൾ ചെയ്തതെന്ന് വെച്ചാൽ സ്പെസിഫിക് ഗ്രൗണ്ട്സ് ഓർ റീസൺസ് ഫോർ അറസ്റ്റ് മസ്റ്റ് ബി ഗിവൺ ഇൻ റൈറ്റിംഗ് ടു ദ അക്യൂസ്ഡ് അണ്ടർ PMLA ലോ. അപ്പോൾ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് ആണ്. അങ്ങനെ ആ ഒരു രീതിയിൽ അറസ്റ്റ് ചെയ്യുമ്പോഴേക്കും എന്താണ്, അതിന് സ്പെസിഫിക് ഗ്രൗണ്ട്സ് ആൻഡ് റീസൺസ് പ്രൊവൈഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ റീസെൻ്റ്ലി പ്രാബിർ പുറക്സ്ത്യ കേസ് ദ കോർട്ട് എക്സ്റ്റെൻഡഡ് ദി സെയിം പ്രിൻസിപ്പിൾ ടു അറസ്റ്റ് അണ്ടർ UAPA ലോ ആസ് വെൽ. അപ്പോൾ UAPA ലോ എന്ന് പറയുന്നത് നമുക്കറിയാം സെഡിഷൻ ആണ്. അപ്പോൾ ആ കേസിലും അൺലോഫുൾ ആക്ട്സ് പ്രിവെൻഷൻ ആക്ട് ആണ്, അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് ആണ്. അപ്പോൾ ആ കേസിൽ അതൊരു എന്താണ്, ഒരു വയലേഷൻ ഉണ്ടാകുന്നതിന് മുമ്പ് നമ്മൾ കിടക്കുന്ന ഒരു ലോയാണ് അല്ലേ. അപ്പോൾ ആ കേസിൽ ചാർജ് ഷീറ്റ് ഫയൽ ചെയ്യുമ്പോൾ എന്തൊക്കെ ഗ്രൗണ്ട്സിലാണ് അറസ്റ്റ് ചെയ്യുന്നതെന്നും കൂടി പറയേണ്ട ആവശ്യമുണ്ട്. ദ കോർട്ട് ഡിസ്റ്റിങ്ക്യൂഷ്ഡ് ബിറ്റ്വീൻ ജസ്റ്റ് സ്റ്റേറ്റിംഗ് ദ റീസൺസ് ഓഫ് അറസ്റ്റ് ആൻഡ് പ്രൊവൈഡിംഗ് ദ ഡീറ്റെയിൽഡ് ഗ്രൗണ്ട്സ് ഓഫ് അറസ്റ്റ് വിച്ച് ഷുഡ് ബി കണ്ടെയ്ൻ ഓൾ പേഴ്സണൽ ഫാക്ട്സ്, ഡീറ്റെയിൽസ് ഓഫ് വൈ ദാറ്റ് പേഴ്സൺ വാസ് അറസ്റ്റഡ്. അപ്പോൾ എന്തൊക്കെ ഗ്രൗണ്ട്സിലാണ് അറസ്റ്റ് ചെയ്തേക്കുന്നുള്ളത് റിട്ടൺ പ്രൂഫായിട്ട് വേണം. ഇഫ് ദ റിട്ടൺ ഗ്രൗണ്ട്സ് ആർ നോട്ട് പ്രൊവൈഡഡ് ദെൻ ദ അറസ്റ്റ് ആൻഡ് ദ റിമാൻഡിങ് ഓഫ് ദ അക്യൂസ്ഡ് കസ്റ്റഡി മസ്റ്റ് ബി ബിക്കംസ് ലീഗലി ഇൻവാലിഡ്. അതായത് റിട്ടേൺ ആയിട്ട് വേണം അയാൾ എന്തിനാണ് അയാളെ അറസ്റ്റ് ചെയ്യുന്നതെന്നുള്ളത് റിട്ടേൺ ആയിട്ട് ചാർജ് ഷീറ്റ് വേണം, എന്നാലേ അയാളെ ഈ കാര്യത്തിലെല്ലാം അറസ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അത് UAPA കേസിലാണെങ്കിലും PMLA കേസിലാണെങ്കിലും. പിന്നെ ഇംപ്ലിക്കേഷൻസ് ഓൺ നോർമൽ ക്രിമിനൽ കേസ്. അപ്പോൾ സെക്ഷൻ 50 ഓഫ് ദ CRPC ഓൾസോ റിക്വയർസ് ദാറ്റ് ദ ഗ്രൗണ്ട്സ് ഓഫ് അറസ്റ്റ് മസ്റ്റ് ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ദ അക്യൂസ്ഡ്. അപ്പോൾ നോർമൽ ആയിട്ടുള്ള ക്രിമിനൽ കേസസിൽ പോലും ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ്, ഓൺ വാട്ട് ഗ്രൗണ്ട്സ് ദാറ്റ് പേഴ്സൺ ഈസ് അറസ്റ്റഡ് എന്നുള്ള കാര്യം പറയണം. സോ ദ സുപ്രീം കോർട്ട്സ് റീസണിംഗ് വുഡ് അപ്ലൈ ടു ഓൾ അറസ്റ്റ് അണ്ടർ നോർമൽ ക്രിമിനൽ കേസസ് ലൈക്ക് IPC, അപ്പം ആസ് വെൽ ആസ് റിക്വയറിംഗ് റിട്ടേൺ ഗ്രൗണ്ട്സ്. Okay, however, currently the standard arrest memo does not have a provision to provide a copy to the accused. അപ്പം കറണ്ട് കേസിൽ ഒരു അറസ്റ്റ് ചെയ്യുന്ന ആൾക്ക് റിട്ടേൺ ആയിട്ടുള്ള കാര്യം കൊടുക്കാനായിട്ടുള്ള പ്രൊവിഷൻ ഇല്ല. അപ്പോൾ അത് വേണ്ട ഒരു കാര്യമാണെന്നാണ് സുപ്രീം കോർട്ട് പറയുന്നത്. ഇപ്പോൾ ചാലഞ്ചസ് ആയിട്ടെന്ന് പറയുമ്പോൾ ലോവർ കോർട്ട് സ്റ്റിൽ ഇൻസിസ്റ്റ് ഓൺ അക്യൂസ് ബീങ് പ്രൊഡ്യൂസ്ഡ് ഫോർ ഫില്ലിംഗ് ചാർജ് ഷീറ്റ്സ് ഡിലേയിങ് ദ പ്രോസസ് ഡിസ്പൈറ്റ് സുപ്രീം കോർട്ട്സ് ഡയറക്ഷൻസ്. അപ്പോൾ എന്താണ്, സുപ്രീം കോർട്ട് പറഞ്ഞിട്ടുണ്ട് ഒരു അക്യൂസ്ഡ് വരേണ്ട ആവശ്യമില്ല ചാർജ് ഷീറ്റ് ഫയൽ ചെയ്യാനായിട്ട്, പക്ഷേ ലോവർ കോർട്ടിൽ സ്റ്റിൽ അതൊരു മാൻഡേറ്ററി പ്രാക്ടീസ് ആയിട്ട് അവർ കൊണ്ടുപോകുന്നുണ്ട്. ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസേഴ്സ് ഹെസിറ്റേറ്റ് ടു എസ്കലേറ്റ് സച്ച് ഇഷ്യൂസ് ടു ഹയർ ജഡ്ജസ് ഫിയറിംഗ് ഇറ്റ് മേ ഇമ്പാക്ട് അതർ റുട്ടീൻ വർക്ക്. അപ്പോൾ ഇങ്ങനെ ഒരു കേസ് ഇത് ചെയ്യുമ്പോഴേക്ക് എന്താണ്, അവർക്ക് അതിൻ്റെ പുറകെ ജുഡീഷ്യൽ കേസ് ഫയൽ ചെയ്ത് അതിൻ്റെ പുറകെ പോകണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർക്ക് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനുള്ള ടൈമില്ല, കേസിൻ്റെ പുറകെ പോകേണ്ട കേസ് ഇത് വരും. ഓക്കെ, ലോസ് ഹാവ് നോട്ട് ബീൻ റിഫോംഡ് യെറ്റ് ടു എക്സ്പ്ലിസിറ്റ്ലി ഇൻകോർപ്പറേറ്റ് പ്രൊവൈഡിംഗ് റിട്ടേൺ ഗ്രൗണ്ട്സ് ഓഫ് അറസ്റ്റ് ആസ് പെർ ദ കോൺസ്റ്റിറ്റ്യൂഷണൽ മാൻഡേറ്റ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വേ ഫോർവേഡ് എന്താ, ലോവർ കോർട്ടിന് എന്താണ്, സുപ്രീം കോർട്ടിൻ്റെ ഡയറക്ഷൻസ് സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം. ഓക്കെ, ഓൺ അറസ്റ്റ് ആൻഡ് ചാർജ് ഷീറ്റ് ലോ ഷുഡ് ബി അമെൻഡഡ് ടു ക്ലിയർലി പ്രൊവൈഡ് ഫോർ ഗിവിംഗ് അക്യൂസ് പേഴ്സൺസ് കോപ്പീസ് ഓഫ് റിട്ടേൺ ഗ്രൗണ്ട്സ്. അപ്പം എന്ത് രീതിയിലാണ്, എന്തുകൊണ്ടാണ് ഒരാളെ അറസ്റ്റ് ചെയ്യുന്നതിനുള്ള ഒരു വാലിഡ് പ്രൂഫ് എന്താണ് പ്രൊവൈഡ് ചെയ്യണം, അതിനുള്ള ലോസ് വരണം. പ്രൊസീജിയേഴ്സ് നീഡ് ടു ബി സിംപ്ലിഫൈഡ് ഫോർ ഫയലിംഗ് ചാർജ് ഷീറ്റ്സ് വിത്തൗട്ട് പ്രൊഡ്യൂസിംഗ് accused of certain cases. There should be better accountability mechanisms to ensure investigating agencies follow proper എന്താണ് അറസ്റ്റ് പ്രൊസീജിയേഴ്സ്. അപ്പം ഇതിനകത്ത് നമ്മൾ ഈ അറസ്റ്റ് ഒരാളുടെ പേഴ്സണൽ ലിബർട്ടീനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. ആർട്ടിക്കിൾ 22 നമ്മളൊക്കെ അറിയാം. ഈ ഒരു ആൻസർ എഴുതുമ്പോൾ ഇപ്പോൾ ഒരാളുടെ അറസ്റ്റ് ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരുമ്പോഴേക്കും നമുക്ക് കോട്ട് ചെയ്യാൻ പറ്റുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 22 ഓൺ വാട്ട് ഗ്രൗണ്ട്സ് ദാറ്റ് പേഴ്സൺ ഈസ് അറസ്റ്റഡ് എന്നുള്ള പറയേണ്ട കാര്യമുണ്ട്. പിന്നെ ഇതിനകത്ത് ഞാൻ മെൻഷൻ ചെയ്തേക്കുന്ന സുപ്രീം കോർട്ടിൻ്റെ കേസസ് നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം അതിൻ്റെ ആൻസറിനകത്ത്. അപ്പം ആ ഒരു രീതിയിൽ വേണം ഇതിൻ്റെ ആൻസർ സ്ട്രക്ചർ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പം ഇത് നിങ്ങൾക്ക് നോട്ടുണ്ട്, പൊളിറ്റിക്കൽ റിലേറ്റഡ് ആയിട്ട് നോട്ട് ഉണ്ടെങ്കിൽ അത് ആഡ് ഓൺ ചെയ്യാനായിട്ട് മറക്കില്ല. അപ്പോൾ ഈ പ്രാവശ്യത്തെ DNA അനാലിസിസ് ഇച്ചിരി ലെങ്തി ആയിരുന്നു, നിങ്ങൾക്ക് അതെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കൂടുതലും മെയിൻസ് പെർസ്പെക്റ്റീവിലായിരുന്നു നമ്മൾ ആൻസർ എഴുതിയത്, ഡിസ്കസ് ചെയ്തത്, ആർട്ടിക്കിൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം കാണാം. നന്ദി, നമസ്കാരം.